അഭിലാഷിന്റെ ചെറുപ്പം മുതൽ എനിക്ക് ചില ആൾക്കാരല്ല വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ സ്നേഹത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറന്തള്ളാൻ പറ്റാത്ത അവസ്ഥയിലാവും. അങ്ങനെ ഒരു സഹോദരനാണ് എനിക്ക് അഭിലാഷ്. അപ്പൊ ഈ പ്രൊഡക്ഷൻ അഭിലാഷ് ഇപ്പം ഞാനൊരു കുറച്ചൊക്കെ ആയേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷ് പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത്. അതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു സിനിമ പ്ലാൻ ചെയ്തു. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേരിമൊഴി എന്ന് പറയുന്നത് ഞാൻ പങ്കെടുത്ത ഞാനും എൻ്റെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായിക ആരതി. ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ പടം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് നൽകിയാണ്. അപ്പോ എന്താ പറയുക, എൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ ഒരു സിനിമ 10 സിനിമയ്ക്കകത്ത് വെച്ചാൽ ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ. തമിഴിലെ വലിയ നടിയായിരുന്നു അവര്. പിന്നെ ശ്രീദേവി, ശ്രീപ്രിയ, രാധിക, അംബിക, സീമ, സൈല എന്നൊരു വലിയൊരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ അത് ശ്രീപ്രിയക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ഒരാഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഫിലിം ഡയറക്ട് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൽ ഹീറോയായിട്ട് നടൻ മോഹൻ. അതൊന്നും എനിക്കിതിപ്പം ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന അത്ഭുതമാണെന്നൊന്നും പറയത്തില്ല, ഞാൻ അഭിനയിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിപ്പോ നമ്മുടെ അഞ്ജലി മേനോൻ ആയിക്കോട്ടെ, തെലുങ്കില് നന്ദിനി റെഡ്ഡി ആയിക്കോട്ടെ, സുധാ മുഖർജിന്റെ സ്റ്റാർട്ടിങ് സമയം മുതൽ സുധയുടെ ഫസ്റ്റ് ഫിലിമും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം മോള് തീരെ കുഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു. അങ്ങനെ ഒരു സിനിമ ദ്രോഹി എന്നും പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്തു. കന്നഡത്തിൽ 1-2 ഫിലിം ഫീമെയിൽ ഡയറക്ടേഴ്സിൽ ചെയ്തു. പിന്നെ ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ചില സിനിമകളുണ്ട്, അത് അങ്ങനെ 1-2 ഫീമെയിൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്നു ഭവിക്കുക, നമ്മുടെ ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും അങ്ങനെ വരികയാണ്. ഇപ്പൊ ഒരു സിനിമ അരുണാചൽ പ്രദേശില് ഒരു സ്റ്റോറി അത് പറഞ്ഞു, ആരണ സാധ്യ എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അവരുടെ പേര് ആദ്യം കേൾക്കുക. ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ. അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നൊരു ഒരു സബ്ജക്ട് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തേക്ക്. നമ്മുടെ ഇട്ടാവട്ടത്ത് നിങ്ങൾ പോയി എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ വല്ല മലയിടിച്ചിലോ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളോ വീട് വന്നില്ല. ഞങ്ങളുടെ ലൊക്കേഷൻ മാറ്റുവാണെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്ന്. എന്തായാലും ആരും ഈ കഥ പറഞ്ഞപ്പോ അഭിലാഷിന്റെ സ്ക്രിപ്റ്റാണ്, പിന്നെ വിധി നമ്മുടെ ടീമിൽ തന്നെയുള്ള പയ്യൻ എഴുതുന്നുണ്ട്. അപ്പൊ ആരുടെയുടെ മനസ്സിൽ ഒരു നല്ല സിനിമയുണ്ട് എന്നൊരു വിശ്വാസം വന്നു. വളരെ സൈലന്റായിട്ട് അധികമൊന്നും സംസാരിക്കാത്ത ആളാണായിരുന്നു. അത് കഴിഞ്ഞ് തമിഴായിരുന്നു കൂടുതൽ പ്ലാൻ ചെയ്തത്. ഇപ്പൊ തമിഴാണ് സിനിമ. അത് കുറെ കഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിന് അതിനിപ്പോ അതൊരു തട്ടിക്കൂട്ട് സിനിമ ആക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിനൊക്കെ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതിലെ മുകേഷ് ചേട്ടൻ, ഇന്ദ്രചേട്ടൻ, അല്ലെങ്കിൽ സിദ്ദിഖ്, അങ്ങനെ ഇങ്ങനെ കുറേ പേര് പ്ലാൻ ചെയ്തു. അവർക്ക് പകരം അവരെക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ എല്ലാ ഭാഷയിലും ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോടുള്ള നമ്മുടെ ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഇല്ലേ. മുകേഷിന്റെ കോമഡി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. മുകേഷിന് ചെയ്യുന്ന അവരോട് വേറെ എന്ന് നമ്മൾ സ്റ്റക്കാവുകയാണ്. അങ്ങനെ സംസാരിച്ച് വീണ്ടും മുകേഷിന്റെ തന്നെയാണ് വലിയൊരു കാരണം കേട്ടോ ഇവിടുത്തെ മലയാളം ആയത് പറയാൻ. അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ വെച്ചു. മലയാളം ബൈലിംഗുവലായിട്ട് മലയാളം തമിഴിലൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് മോൾ അതിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇത്തരം ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളേ അല്ല കേട്ടോ. എനിക്കിഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കാനല്ലാതെ ഇത്തരം ബഹളങ്ങളിൽ ഞാൻ ഒഴിവാകും. പക്ഷെ ഇതിൻ്റെ ഇതൊക്കെ മസ്റ്റായിരിക്കുന്നു, വേറെ നിർത്തിയില്ല. എല്ലാവരും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇന്നത്തെ ലക്ഷ്യം നമ്മുടെ വായിക്കുമല്ല അബദ്ധങ്ങളും വല്ല വീഴുമോ എന്ത് വെച്ചാൽ പോകാൻ പോകുന്നത് എന്താണ് തെണ്ട് എന്താണ് ഒരു പിടി ഇട്ടത്തെ കേട്ടോ. പിന്നെ ഞാൻ പിന്നെ എന്നെ ഈ നമ്മളെ ഇറങ്ങി പുറപ്പെട്ടില്ല. എന്തായാലും ഇത് മോളെ ഇടണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വമല്ല കേട്ടോ. നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് എല്ലാം. അപ്പൊ അതിന് ഒരു റോള് കുഞ്ഞാറ്റ ചെയ്തൂടെ ചേച്ചി എന്നുള്ള അഭിലാഷ് ചോദിച്ചു. അത് നന്നായിരിക്കും ചേച്ചി കുഞ്ഞാറ്റയ്ക്ക് അത് എന്താ കുഴപ്പമൊന്നുമില്ല. അവർ ഇൻഡിവിജ്വലായിട്ട് ഒരു നായികയായിട്ട് ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കുമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും സിനിമയിലുള്ളവരാണ്. അതിന് മുൻപ് നാടകം, നൃത്തം. അപ്പൊ കലാരംഗത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നതും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് എൻ്റെ മോള് മാത്രം ഒരു സ്റ്റാർഡറിലോട്ട് തന്നെ അങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ള സിനിമകൾ മാത്രം ഒന്നുമില്ല. നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളോട് ആഗ്രഹമുണ്ട്.
പക്ഷെ അത് ഒറ്റ നമ്മൾ മാത്രം അഭിനയിക്കുന്ന സിനിമ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് സീൻസ് ചെയ്ത സിനിമകൾക്കും അങ്ങനെ ആകാം. അങ്ങനെയാണ് ഞാൻ മോളിലോട്ട് വരുന്നത്. അപ്പം നല്ല കാര്യം, സന്തോഷം. അപ്പോ എന്തായാലും ഇത് തുടങ്ങുന്നത് എന്തായാലും കുറച്ച് മാസങ്ങളിലൂടെ വേണ്ടി വരുന്നു. കാരണം ഒരു ഓൺലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഭിലാഷ് ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ. അതിൽ ഈ ക്യാരക്ടർ ഇന്ന ഉപേക്ഷയൊക്കെ ചെയ്തു പോലെ റോള്, പിന്നെ സിദ്ധിക്ക് ചെയ്തു പോലെ റോള്, ഇവര് ചെയ്തു പോലെ അവർ ചെയ്തു പോലെ പറഞ്ഞു ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് ഓരോരുത്തരുടെ ലെവലിലേക്ക് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈൻമെന്റ് ഉള്ള മൂവി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. മോനെ വന്നോ? മോനവട്ടത്തിന്റെ മോനവട്ടത്തിന് പൂജ മാറ്റി മോനറിയത്തില്ല നമ്മുടെ മോൻ ഞാനെന്നെ പാവം എന്റെ കൈ കാണിച്ചു എല്ലാം ശ്രമിച്ചില്ല. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കാൻ വന്നു. എന്റെ പടത്തിന്റെ പൂജ കേട്ടോ. അത് ഇതുകൂടെ ഒരുമിച്ച് ഇന്നലെ ഇന്നോട്ട് വെക്കാനിരുന്നതാ. പെട്ടെന്ന് അത് മാറ്റി, ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് മാറ്റി. അല്ല, ഞാൻ ഇങ്ങനെ നോക്കി കറക്കി നോക്കിയത് ഓനെന്റെ അടുത്തൊക്കെ കണ്ടു അങ്ങനെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. വന്ന എല്ലാവർക്കും എന്റെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കേണ്ട കുറെ പേരുണ്ട്. ഞാൻ അജയൻ, എന്റെ അനിയൻ അജയൻ, ബിബി, അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. മേജറിനെ കുറിച്ച് രണ്ടു പേർ ഇപ്പൊ പറയാൻ നോക്കിയില്ല. കുറ്റമല്ല കേട്ടോ, ഭയങ്കര എന്തൊരു കുറ്റം പറയാൻ സാധാരണ നല്ല കാര്യം. എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറഞ്ഞ എവിടെയോ ഇങ്ങനെ ഉപയോഗിക്കുന്ന സെന്റിമെന്റ്സും അങ്ങനെ ചിലരെ കുറിച്ച് എനിക്ക് തോന്നുമല്ലോ. മേജറിന്റെ അനിയൻ കണ്ണനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, എന്റെ മോളെ പ്രസവിച്ചപ്പോ എനിക്ക് എന്റെ വീട്ടിലെ അപ്പച്ചമാര് അവരെല്ലാവരും ഉണ്ട്. എന്റെ അപ്പച്ചയ്ക്ക് എന്റെ മോളെ വളർത്തി കൊടുക്കാൻ. പക്ഷെ അതിനു മുമ്പ് തന്നെ മോള് വയറ്റിലൊരു 6 മാസം ആയപ്പോ തന്നെ യാദൃശ്യമായിട്ട് ഞാൻ ഷോപ്പിൽ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോ കണ്ണൻ അതിനകത്ത് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ അതൊന്നും നിലവിലില്ല. ഞാൻ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ അമ്മ എനിക്ക് ആഹാരം തരുന്നു, ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചിട്ട് എന്റെ കുഞ്ഞിനെ 3 മാസം കുളിപ്പിക്കുന്നതിന് വരെയുള്ള എല്ലാ ചികിത്സാ രീതികളും അതിനൊരു ആയുർവേദ ഡോക്ടറെ ഏർപ്പാട് ചെയ്തു. എനിക്ക് എന്റെ കൂടെ തന്നെ ഒരു സ്ത്രീയെ അയച്ചു. അവരാണ് എനിക്ക് എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കഷായം ഒക്കെ തന്നിരുന്നതും ഒക്കെ. കുഞ്ഞിനെ പ്രസവിച്ച് 3-ാം മാസം ആയപ്പോ അവർ ഒന്നുകൂടെ പോലെ തിരിച്ചു വന്നുകൊണ്ട് ഇങ്ങോട്ട് പോവുകയും ചെയ്തു. എന്തായിരുന്നു എന്നോട് തോന്നി, അവർക്ക് തോന്നിയ അടുപ്പവും സ്നേഹവും എനിക്ക് ഇന്ന് മനസ്സിലാക്കുന്നില്ല. കുറെ കാലം കഴിഞ്ഞ് ഞാൻ ഷൊർണൂർ ചെല്ലുമ്പോഴാണ് പറയുന്നത് അമ്മ ഇല്ല അവിടെ എന്നുള്ളത് പറയുന്നത്. കണ്ണനെ ഇവരെയൊക്കെ കണ്ടിട്ട് കുറെ കാലമായി. ആ ഒരു ഓർമ്മ അറിയാൻ വഴിയില്ല. ചില കേട്ടു ഉണ്ടോ, ഓർമ്മയുണ്ടോ? അപ്പൊ ഇപ്പൊ ഞാൻ ഒത്തിരി കാലത്തിന് ശേഷമല്ല അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരെ കണ്ട് ഞാൻ ഓർമ്മ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക, കുറെ പേരോട്ട് സംസാരിക്കാൻ. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം കേട്ടോ. എനിക്ക് മാത്രമല്ല എന്റെ മോൾക്കും. ഓൾ ദി ബെസ്റ്റ്. അഭിലാഷും ആനന്ദിക്കും എല്ലാവർക്കും വിധി ഈ ടീമിലുള്ള എല്ലാവർക്കും എന്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നന്നാവട്ടെ, എല്ലാവരും നന്നാവട്ടെ. ഈ പ്രൊഡക്ഷൻ ഹൗസ് നല്ല നല്ല സിനിമകൾ എടുക്കുന്ന നല്ലൊരു എന്താ